എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ത്യൻ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അത് സ്ത്രീകളോ പുരുഷന്മാരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു മികച്ച അവസരവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. UAE-യിൽ നിങ്ങൾക്ക് ജോലി നേടാം. ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും നിങ്ങൾക്ക് ഉണ്ടാവില്ല. സാധാരണ ഈ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ നാട്ടിൽ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ നാട്ടിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, ആ വഴി നിങ്ങൾക്ക് ഏകദേശം വിസ, ടിക്കറ്റ്, മെഡിക്കൽ എല്ലാം ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം രൂപയോളം എക്സ്പെൻസ് വരുന്നതാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. UAE-യിലെ അബുദാബിയിലെ ഏറ്റവും വലിയ ടാക്സി കമ്പനിയായിട്ടുള്ള തവസുൽ കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. സാധാരണ നാട്ടിലെ ഇന്റർവ്യൂ വെക്കുമ്പോൾ ഇതിൽ പുരുഷന്മാരെ മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ. എന്നാൽ ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. 25-നും 40-നും ഇടയിൽ പ്രായമുള്ള, അതേപോലെ തന്നെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള, ദേഹത്ത് ടാറ്റു കാര്യങ്ങൾ ഇല്ലാത്ത, അതേപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള. മെഡിക്കലി ഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്രഷർ, ഷുഗർ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല. കൂടാതെ നന്നായിട്ട് കാഴ്ചശക്തിയുള്ള, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, അതായത് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ബേസിക് ആയിട്ട് അറിയുന്ന ആളുകളെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് അറബിക്ക് സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്ലസ് പോയിന്റ് ആയിരിക്കും. സെലക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള, വെൽ ഗ്രൂമഡ് ആയിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. 25-നും 45-നും ഇടയിലായിരിക്കണം പ്രായം. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ടാണോ നമുക്കിവിടെ അപേക്ഷിക്കാൻ കഴിയുക? അതായത് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കണം. എടുത്ത് പറയട്ടെ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കരുതി മാത്രം ഇതിലേക്ക് അപേക്ഷിക്കേണ്ട. നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം അപേക്ഷിക്കുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. അതായത് ഇതിനിടയിൽ ഏജൻസി കാര്യങ്ങൾ ആരും തന്നെ ഇല്ല. നിങ്ങളും തവസുൽ കമ്പനിയും അങ്ങനെയായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ വരുന്നത്. നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം, CV സെലക്ഷനിൽ പങ്കെടുക്കണം, പാസ്സാവണം, ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. അതുകൊണ്ട് ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് കരുതി മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുമെങ്കിൽ മാത്രം, അതായത് നന്നായിട്ട് കാർ ഓടിക്കാൻ അറിയുമെങ്കിൽ മാത്രം ഇതിലേക്കായിട്ട് അപ്ലൈ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതിലേക്ക് ഫീമെയിൽസിനെയും മെയിൽസിനെയും പരിഗണിക്കുന്നുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. ഇവിടെ കമ്പനി സാലറി നൽകുന്നത് 800 UAE ദിർഹം പ്ലസ് കമ്മീഷൻ രീതിയിലായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് 800 ദിർഹം കമ്പനി പ്രൊവൈഡ് ചെയ്യും, പ്ലസ് കമ്മീഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു മാസം 3000, 4000 UAE ദിർഹം ആ റേഞ്ചിലായിരിക്കും ഏൺ ചെയ്യാൻ കഴിയുക. ഏകദേശം ഒരു 90,000, 1 ലക്ഷം രൂപയുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഇവിടെ പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി നിങ്ങൾക്ക് ലൈസൻസ് എടുത്ത് തരും. അതായത് ഫ്രീ ആയിട്ട് കമ്പനി ഡ്രൈവിംഗ് ലൈസൻസ് തരും. നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. പക്ഷേ കമ്പനി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് തരുമെങ്കിൽ പോലും അതിന് വരുന്ന എക്സ്പെൻസ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഏകദേശം ഒരു 3,500 UAE ദിർഹത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് എക്സ്പെൻസ് വരുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾക്കറിയുമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. അറിവില്ലാത്തവർക്ക് അതൊരു അറിവായിട്ട് മാറും. അപ്പോൾ ഏകദേശം 3,000-3,500 UAE ദിർഹമാണ് ലൈസൻസ് എടുക്കാനുള്ള എക്സ്പെൻസ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ലൈസൻസ് എടുക്കാനുള്ള എക്സ്പെൻസ് ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു എക്സ്പെൻസ് വരും. നിങ്ങൾ ഫസ്റ്റ് ടൈം ലൈസൻസ് എടുത്ത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, ലൈസൻസ് എടുക്കാനുള്ള എക്സ്പെൻസ്, അത് നിങ്ങളുടെ സാലറിയിൽ നിന്നായിരിക്കും കമ്പനി കട്ട് ചെയ്യുക. മാക്സ് ഒരു 300-500 ദിർഹം വെച്ചിട്ടായിരിക്കും കമ്പനി കട്ട് ചെയ്യുക. അത് കമ്പനി നിങ്ങൾ ഇൻ്റർവ്യൂ സമയത്ത് പറയുന്നതായിരിക്കും. ആ ഒരു സംഖ്യ വെച്ചിട്ടായിരിക്കും കമ്പനി സാലറി കട്ട് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ചാൻസ് മിസ്സാവുകയാണെങ്കിൽ, നിങ്ങൾ സെലക്ഷൻ ആയിട്ടില്ലെങ്കിൽ, ടെസ്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ സെക്കൻഡ് ചാൻസ് ഉണ്ടാകും. സെക്കൻഡ് ചാൻസ് ആകുമ്പോൾ ഈ ഒരു എമൗണ്ട് അല്ല, നിങ്ങൾ ഇതിലും കൂടുതൽ എമൗണ്ട് അടക്കേണ്ടി വരും. ആ സെക്കൻഡ് ചാൻസ് മിസ്സായി കഴിഞ്ഞാൽ തേർഡ് ചാൻസ് ഉണ്ടാകും. ഇതിലേറെ എമൗണ്ട് നിങ്ങൾ അടക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ടെസ്റ്റ് ഫെയിൽ ആവുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ബാധ്യത വരും. കാരണം ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള എക്സ്പെൻസ് കമ്പനിയാണ് എടുക്കുന്നത് എങ്കിൽ പോലും അവർ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ 2 വർഷം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കമ്പനി 300-500 ഈ ഒരു എക്സ്പെൻസ് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡ്രൈവിംഗ് നന്നായിട്ട് അറിയുന്നവർ മാത്രം ഇവിടെ തലവെച്ച് കൊടുത്താൽ മതി. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് കരുതി തലവെച്ച് കൊടുക്കേണ്ട. അത് നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറും. പിന്നെ കാലം ഈ ഒരു ലൈസൻസിൻ്റെ എക്സ്പെൻസ് നിങ്ങൾ കമ്പനിക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കമ്പനി കൊടുക്കില്ല, കമ്പനി നിങ്ങളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. അത് നിങ്ങളുടെ അറിവോടെയാണെങ്കിലും അറിവില്ലായതോടെയാണെങ്കിലും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോൾ നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുന്ന 25-നും 45-നും ഇടയിൽ പ്രായമുള്ള, ഗുഡ് ഗ്രൂമഡ് ആയിട്ടുള്ള, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള, മെഡിക്കലി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള യുവാക്കൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നീട്ടി വലിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. കമ്പനി അവരുടെ വെബ്സൈറ്റിൽ നിലവിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ്. ആ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ശേഷം CV അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് CV അപ്ലോഡ് ചെയ്യുക. CV അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ATS ഫ്രണ്ട്ലി CV ഇല്ലെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ATS ഫ്രണ്ട്ലി CV എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. കൂടാതെ കവർ ലെറ്ററും നിങ്ങൾ അവിടെ ആഡ് ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം എടുത്ത് പറയട്ടെ, ഒരു തവണ നമ്മൾ ഇതിലേക്ക് അപേക്ഷിക്കുമെന്ന് കരുതിയിട്ട് വീണ്ടും അപേക്ഷിക്കാതിരിക്കരുത്. നിങ്ങളൊരു 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ വീണ്ടും ഈ ഒരു വീഡിയോ നമ്മൾ കാലം ഈ ഒരു യൂട്യൂബിൽ കിടക്കും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. വേക്കൻസി അവൈലബിൾ ആണെങ്കിൽ വീണ്ടും ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ഫ്രീ റിക്രൂട്ട്മെൻ്റ് അല്ലേ, ഞാനും നിങ്ങൾക്കൊപ്പം അപേക്ഷിച്ച് നോക്കാം, കിട്ടിയാലോ. അപ്പോൾ ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്, യാതൊരു തരത്തിലുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് വരില്ല. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കരുത്. ദയവേത് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട. നന്നായിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി.